വിഘ്നാധീശം ഗണേശം ഗജവദനമഹം സർവശുഭദം വന്ദേ തം വക്രതുണ്ടം ഗിരിവരതനയാ രുദ്രതനയം ഹേ മിത്രേദം മനോജ്ഞം ദിനമുഖമധുനാ തേസ്തു സുദിനം ഭൗമാദീപ്തം ച രമ്യം ഭവതു തവ ഭൃശം മോദസുഖദം. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും കൂടി ഒന്ന് പറയാം. വിഘ്നാധീശം, വിഘ്നങ്ങളുടെ അധീശനും, അതായത് വിഘ്നങ്ങളെയെല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവനും, ഗജവദനം ആനയുടെ മുഖമുള്ളവനും, സർവശുഭദം എല്ലാ മംഗളങ്ങളെയും നൽകുന്നവനും, വക്രതുണ്ടം വക്രമായ തുണ്ടത്തോടു കൂടിയവൻ, അതായത് വളഞ്ഞ തുമ്പിക്കൈയോടു കൂടിയവനും, ഗിരിവരതനയാ രുദ്രതനയം ഗിരിവരതനയുടെയും രുദ്രന്റെയും തനയനും, അതായത് ഗിരിവരൻ എന്ന് പറഞ്ഞാൽ പർവ്വത ശ്രേഷ്ഠൻ, അതായത് ഹിമവാൻ, ഹിമവാന്റെ പുത്രി പാർവതി, ഹിമവാന്റെ തനയ പുത്രി പാർവതി. അപ്പൊ പാർവതിയുടെയും രുദ്രൻ പരമശിവൻ, പരമശിവന്റെയും പുത്രനും ആയിട്ടുള്ള തം ഗണേശം ആ ഗണപതി ഭഗവാനെ അഹം വന്ദേ ഞാൻ വന്ദിക്കുന്നു. ഹേ മിത്ര, അല്ലയോ സുഹൃത്തെ, അധുന ഇപ്പോൾ, തേ അങ്ങയ്ക്ക്, മനോജ്ഞം ദിനമുഖം അസ്തു മനോഹരമായ പ്രഭാതം ഭവിക്കട്ടെ. തവ അങ്ങയ്ക്ക്, ഭൗമാദീപ്തം ഭൗമൻ ചൊവ്വ, ചൊവ്വ നന്നായി ശോഭിക്കുന്നതും, രമ്യം മനോഹരവും, ഭൃശം മോദസുഖദം നന്നായിട്ട് സന്തോഷത്തെയും സുഖത്തെയും നൽകുന്നതുമായിട്ടുള്ള, സുദിനം ച ശോഭനമായ ദിവസവും ഭവതോ ഭവിക്കട്ടെ. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് സുരസ എന്ന വൃത്തത്തിലാണ്. ഇന്ന് ചൊവ്വാഴ്ച മംഗളവാസരം ആയതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ തന്നെ വന്ദിച്ച് എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിക്കുന്നത്.